നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ അധികാര സ്ഥാനത്തിലുള്ളവരുടെ പേരിൽ അകാരണമായോ അല്ലാതെയോ കുറ്റം ആരോപിക്കാറുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിന് ഇരയാകുന്നവർ പോലീസാണ്. തീർച്ചയായും ആ വടം കെട്ടിയ അതൊരു വീഴ്ചയാണ്. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. ഈ വടം കെട്ടിയതെന്ന് പറയുമ്പോൾ പെർമനൻ്റായിട്ട് ഈ കൊച്ചിൻ സിറ്റിയിൽ വടം കെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ? അത് കത്തിരിക്കടവ് ജംഗ്ഷനിൽ വെറുതെ ഒരു നൂല് തമ്മനത്തുനിന്ന് പുല്ലപ്പടിക്ക് പോകുന്ന മെയിൻ റോഡിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ റോഡ് GCDയുടെ ആ ഓവർബ്രിഡ്ജ് ഇറങ്ങി വരുന്നത്. അവിടെ വെക്കേണ്ട ബാരിക്കേഡ്സ് ഇതെല്ലാം പണിയേണ്ടത് ആ റോഡിൻ്റെ ഉടമസ്ഥൻ GCD ആണെങ്കിൽ GCD, കോർപ്പറേഷൻ റോഡാണെങ്കിൽ കോർപ്പറേഷൻ, അവരാണ്. പക്ഷെ അവിടെ പെർമനൻ്റായിട്ട് വടം ആണ് കെട്ടിയിരിക്കുന്നത്, വട്ടം. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും സെക്യൂരിറ്റി റിസ്ക് ഉള്ള വ്യക്തിയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ. ആ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ 9:45 നേവൽ ബേസിൽ നിന്നും ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയാണ്. ആ റൂട്ട് അരമണിക്കൂർ മുമ്പ് പോകുന്നതിന് മുമ്പ് സ്റ്റെറയിലാക്കിയിടും. ഈ സെക്യൂരിറ്റി അറേഞ്ച്മെൻ്റ് എല്ലാം നേരത്തെ തന്ന ഒരു പ്രൊസീജിയർ അനുസരിച്ചാണ്. അത് ഗവൺമെൻറ്റിന് വേണ്ടി മാറ്റാവുന്നതാണ്. പോലീസിൽ ഒരാൾ റിസ്ക് എടുത്ത് മാറ്റില്ല. ആ ചെയ്തു വരുന്ന പ്രൊസീജിയർ ഫോളോ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിന് മാറ്റേണ്ടത് ജനങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം പറഞ്ഞു. നേരത്തെ സംസാരിച്ച വ്യക്തി അവിടെ ഒരു ബാരിക്കേഡ് വെക്കാൻ എങ്ങനെ സാധിക്കും? ഈ മെയിൻ റോഡിലുള്ള എല്ലാ റോഡുകളിലും കയറി വരുന്ന എല്ലാ റോഡിലും വട്ടം കൊണ്ട് ബാരിക്കേഡ് വെക്കാൻ പറ്റുമോ? അതിനപ്പോൾ അലിഗേഷൻ വരും. അപ്പോൾ ഇവിടെ സംഭവിച്ച ശരിയാണ്. പക്ഷേ അവിടെ വേറെ കാര്യമുണ്ട്. ആ ജംഗ്ഷൻ മനസ്സിലാക്കണം. വളഞ്ഞമ്പലം ജംഗ്ഷൻ ഓവർബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി ഒരു 80 മീറ്റർ എത്തുമ്പോഴാണ് ആ ജംഗ്ഷൻ വരുന്നത്. അവിടെ മീഡിയം. ഇതിന് റൈറ്റിലേക്ക് അവിടുന്ന് വണ്ടി വന്നാൽ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് റിവ്യൂരത്തേക്ക് പോകാം. അവിടെ 3 ഓഫീസേഴ്സ് പോലീസുകാരും അവിടെ നിർത്തിയിട്ടുണ്ട്. അവർ ഡയറക്റ്റ് ചെയ്യാണ് വല്ല വണ്ടികളും. അത് നേരെ ലെഫ്റ്റിലേക്ക് പോകേണ്ട വണ്ടിയാണ്. ഇവിടെ ഈ CCTVയിൽ ഈ വന്ന ബൈക്കുണ്ടല്ലോ, ഈ സംഭവം ഉണ്ടായ ബൈക്കിൻ്റെ വരവ് CCTVയിൽ ആരും കാണിച്ചിട്ടില്ല. ഓവർ സ്പീഡാണോ ഇല്ലയോ? നമ്മളിപ്പോൾ ആ വ്യക്തിയെ കുറ്റം പറയുന്നതല്ല. അപ്പോൾ ഈ വടത്തിന് മുമ്പിൽ 3 ഓഫീസേഴ്സും പോലീസുകാരുമുണ്ട്. അവർ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ആ വടം ബാക്കിൽ കെട്ടിയത് ഒരു ഇമാജിനേഷൻ ഇല്ലാത്ത വിധത്തിലാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ആ വ്യക്തി വന്ന ബൈക്കിലുള്ള വ്യക്തി വടം ഇവിടെ ഇല്ലെന്ന് വെച്ചോളൂ. ഏകദേശം ഒരേ ടൈമിലാണ് പ്രൈം മിനിസ്റ്റർ പാസ് ചെയ്യുന്ന MG റോട്ടിലുള്ള പാസ് ചെയ്യുന്ന ടൈമിലാണ് ഈ വിധത്തിൽ വണ്ടി കൊണ്ട് നേരെ അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? തീർച്ചയായും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല വടം കെട്ടിയതിന്. പക്ഷേ എന്തുകൊണ്ട് വടം കെട്ടിയതിന് വേറെ ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്. പോലീസ് എപ്പോഴും ആളുകളെ കൺട്രോൾ ചെയ്യാൻ, ആളുകൾ കൂടുമ്പോൾ നമുക്ക് ഓരോ പോലീസുകാരിൽ നിന്ന് ഓരോരുത്തരെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. ഈ വടം കെട്ടി കൺട്രോൾ ചെയ്യും. ഒരു പക്ഷേ വടം കെട്ടുന്നത് തടയാനാണല്ലോ. വടം കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതെ, കാണാൻ പറ്റുന്ന സംവിധാനമില്ല, അവിടെ വെളിച്ചവുമില്ല, അതിൽ റിഫ്ലക്ടറുമില്ല. അങ്ങനെയെങ്കിൽ എന്തിനാണ് 2018 അന്നത്തെ DGP ഒരു സർക്കുലർ ഇറക്കിയത്? ശ്രീ കെ ജോയ്, അല്ല ഇവിടെ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വടം കെട്ടേണ്ട ആ ഇമാജിനേഷൻ കുറവാണ്. പക്ഷെ അതിന് മുമ്പിൽ ആളുണ്ട്, 3 ഓഫീസേഴ്സും പെണ്ണുമുണ്ട്. അവർ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. പല വണ്ടികൾ നേരെ ലെഫ്റ്റിലേക്ക് ഓവർബ്രിഡ്ജ് കയറി വന്നിട്ട് നേരെ ലെഫ്റ്റിലേക്ക് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ വണ്ടിയുടെ സ്പീഡ് ഇതൊന്നും ആദ്യം ആ CCTVയിൽ കാണിച്ചിട്ടില്ല, വരുന്ന സീൻ. ഇപ്പോൾ ആ വടമില്ലായിരുന്നെങ്കിൽ ഈ വ്യക്തി ബൈക്കുമായി നേരെ MG റോഡിലേക്ക് എത്തുന്നത്. അവിടെ സംഭവിക്കും. ജസ്റ്റ് ഇമാജിൻ. അവിടെ ഇവിടെ വെളിച്ചമുണ്ട്. വളഞ്ഞമ്പലം ജംഗ്ഷൻ വെളിച്ചമുണ്ട്. വെളിച്ചക്കുറവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ മെയിൻ ജംഗ്ഷനാണ് എന്ന് പറയുന്നത്. പക്ഷെ നോക്കിയറിയാം, വളഞ്ഞമ്പലം ജംഗ്ഷൻ സിറ്റിയിലെ നടുഭാഗമാണ്, വൺ ഓഫ് ദി സെൻറ്റർ. അവിടെ വെളിച്ചം കൃത്യമായിട്ടുണ്ട്. ആ ഭാഗത്തു നിന്ന് ഇമാജിൻ ചെയ്യുക, ആ ബൈക്ക്
ഈ ടൈമിലാണ് ഇപ്പം 9:25 സംഭവിച്ചത്. 9:45 ആ ബൈക്ക് വടം കെട്ടിയത് തെറ്റാണ്, പക്ഷെ വടമില്ലായിരുന്നെങ്കിൽ 9:45 ആ ബൈക്ക് നേരെ ചെല്ലുന്നത് പ്രൈം മിനിസ്റ്റർ റൂട്ടിലേക്കാണ്. ഞാനിപ്പോൾ വടം കെട്ടിയതിനെ അനുകൂലിക്കുന്നില്ല. അവിടെ തീർച്ചയായിട്ടും വടം കെട്ടുകയാണെങ്കിൽ ഈ സ്റ്റിക്കറോ നമ്മൾ സംസാരിക്കുന്നത് ഒരു ജീവൻ പൊലിഞ്ഞതിനെ കുറിച്ചാണല്ലോ, ഒരു ജീവൻ പൊലിഞ്ഞതിനെ കുറിച്ചാണല്ലോ. അതല്ലെങ്കിൽ പ്രധാനമന്ത്രി എത്തുന്ന ആ വഴിയിലേക്ക് എത്തുമായിരുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഭീകരൻ വരുന്ന രൂപത്തിൽ അതിനെ അവതരിപ്പിക്കേണ്ട. പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ സുരക്ഷാ പ്രോട്ടോകോൾ ഉണ്ട്, സമ്മതിച്ചു. അതിനേക്കാൾ അപ്പുറം ഒരു പൗരനുമുണ്ട്. പൗരന്റെ സുരക്ഷയ്ക്കും ഉത്തരവാദിത്തമുണ്ട് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക്. അതെ, തീർച്ചയായിട്ടും അവിടെ നിന്ന് ഓഫീസേഴ്സ് ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. അവരൊരിക്കലും ഇത് അല്ല, അവിടെ നിൽക്കുന്ന പോലീസുകാർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അല്ലല്ല, പല രൂപത്തിൽ വരുന്ന വാഹനങ്ങൾ ഉണ്ടാവും, വേഗം കുറച്ചൊക്കെ വരുന്ന വാഹനങ്ങൾ ഉണ്ടാകും. ഈ വാഹനം പോയി കഴിഞ്ഞിട്ടല്ലല്ലോ പോലീസുകാർ കൈ കാണിക്കേണ്ടത്. കൈ കാണുന്നതിന് മുൻപ് തന്നെ വണ്ടി പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസുകാർക്ക് പിന്നെന്താണ് ജോലി? ഒരു വാഹനം വേഗത്തിൽ വരാം, പതുക്കെ വരാം, അതൊക്കെ മനസ്സിലാക്കണ്ടേ പോലീസുകാർ അവിടെ നിൽക്കുമ്പോൾ? അല്ലല്ല, ഈ വടത്തിന് മുമ്പിലാണ് ഈ 3 പേരും നിന്നിരുന്നത്. എല്ലാ വണ്ടികളും, പല വണ്ടികളും വന്നു, അത് ലെഫ്റ്റിലേക്ക് പോയി. ഞാൻ തീർച്ചയായിട്ടും ആ വടം കെട്ടിയതിനെ അനുകൂലിക്കുന്നില്ല. അവരൊരു പക്ഷേ ഒരു ഇമാജിനേഷൻ കയർ കെട്ടിയതിന് 5 മീറ്റർ മുൻപിലായി നിൽക്കുന്നു, 5 മീറ്റർ മുൻപിലായി നിൽക്കുന്നു എന്നാണല്ലോ പറയുന്നത്. ആ 5 മീറ്റർ മുൻപിലായി നിൽക്കുന്ന പോലീസുകാർക്ക് എത്ര വേഗത്തിൽ വരുന്ന വാഹനത്തെയും ഒന്ന് അങ്ങനെ നിർത്താൻ പറ്റുമല്ലോ. അങ്ങനെ നിർത്താൻ പറ്റാത്ത രീതിയിൽ പോലീസ് കണ്ടതിന് ശേഷം വണ്ടി പോവുകയായിരുന്നു എന്നാണ് പറയുന്നത്. ആ വിധത്തിൽ അവിടെ നിന്ന് വന്ന വണ്ടികൾ നേരെ തെക്കോട്ട്, അതായത് ഓവർ ബ്രിഡ്ജ് ഇറങ്ങി വരുന്ന വണ്ടികൾ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വണ്ടികളും. വേറെ ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്നില്ല. ഞാനീ പറഞ്ഞത് ഈ വടം കെട്ടിയതിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പെർമനന്റ് ആയിട്ട് വടം കെട്ടി കിടപ്പുണ്ട് കത്തർക്കടവ്. അല്ല, പെർമനന്റ് ആയിട്ടാണെങ്കിലും ടെമ്പററി ആണെങ്കിലും അത് പ്രശ്നം തന്നെയാണ്. അല്ല, അവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടായപ്പോഴല്ലേ കുഴപ്പമായുള്ളൂ എന്ന രൂപത്തിൽ അതിനെ ന്യായീകരിക്കുന്ന പോലീസ് രീതി അത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ജീവൻ പൊലിഞ്ഞതിനെ കുറിച്ചാണ്. ആ ജീവന്റെ വില എന്ന് പറയുന്നത് അല്ല, ഒരിക്കലും ഇല്ല, ന്യായീകരിക്കുന്നില്ല. ആ കെട്ടിയത് ഒരു ഇമാജിനേഷൻ ഇല്ലാതെ ചെയ്തതാണ്. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ചെയ്തുകൊണ്ട് പറ്റിപ്പോയതാണ് അവർക്ക്. അതൊരു വീഴ്ചയാണ്, അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ആ വീഴ്ചയിൽ ആരാണ് ഉത്തരവാദി? അതുകൂടെ പറയൂ ശ്രീ കെ ജോയ്. ആ വീഴ്ചയിൽ ആരാണ് ഉത്തരവാദി? അങ്ങനെ കെട്ടിയ ഓഫീസറാണ് ആണല്ലോ, അല്ലെങ്കിൽ കെട്ടാൻ ഉത്തരവിട്ട ഓഫീസർ ആണല്ലോ. അപ്പോൾ മുൻപുണ്ടായിരുന്ന സർക്കുലറിനെ കുറിച്ച് ഈ ഓഫീസർമാർക്ക് ഒരു ബോധവും ഉണ്ടായിരുന്നില്ലേ? എങ്ങനെ വേണം ക്രമീകരണം എന്നുള്ളതിൽ അങ്ങനെ ഒരു ബോധ്യമില്ലാത്ത ഉദ്യോഗസ്ഥരാണോ? അല്ല, ബോധ്യമില്ലാത്തതല്ല. ഇത് ഈ VIP റൂട്ടിനുള്ള ഫോർമാലിറ്റീസ് ഉള്ള ഒരു ബ്ലൂ ബുക്ക് ഉണ്ട്. അതിൽ ആ ഓർഡർ വരത്തില്ല. അത് DGP ഇൻഡിവിജ്വലെ സെപ്പറേറ്റ് ഇറക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം അവർക്കിത് അറിയാൻ പറ്റാതെ വന്നത്. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വടം കെട്ടുമല്ലോ, അതിൽ നിന്നുള്ളൊരു ഇമാജിനേഷൻ, ഒരു ഐഡിയ കൂടി വന്ന് കാണാം. തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഏതെങ്കിലും വിധത്തിൽ ഒരു 1% അവർക്ക് ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ അവർ വടം കെട്ടില്ല. ഐഡിയ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടാവുകയും ജീവൻ തന്നെ പൊലിയുകയും ചെയ്ത ശേഷമാണല്ലോ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ആ സർക്കുലർ നിയമമാകുന്നില്ലല്ലോ എന്ന് താങ്കൾ ലാഘവത്തോടു കൂടി പറയുമ്പോൾ, എല്ലാം ആ രൂപത്തിൽ തന്നെ കൊണ്ടുവരണമെന്ന് താങ്കൾ ശഠിക്കുമ്പോൾ, അപ്പുറത്ത് ഒരു ജീവനാണ് പോയിരിക്കുന്നത്. വീണ്ടും ഒരേ കാര്യം സംഭവിക്കുകയാണ്. അതിനൊരു ഉത്തരവാദിത്തം വേണ്ടതുണ്ടല്ലോ. ഈ പറയുന്ന കാര്യങ്ങൾ, താങ്കൾ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് സഹോദരൻ നഷ്ടപ്പെട്ട ഒരു സഹോദരി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറയുന്നത് അവിടെ വീഴ്ച ഉണ്ട്. അത് അങ്ങനെ കെട്ടിയതൊരു വീഴ്ചയാണ്, അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അത് കെട്ടുമ്പോൾ അവൻ്റെ ഐഡിയ ഇല്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. അതാദ്യം മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കുക? അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് മുൻപ്, അങ്ങനെയൊന്ന് മുൻപ് സംഭവിച്ചിട്ടുണ്ട്, ഒരിക്കലല്ല പലതവണ. അതെ, അത് കെട്ടിയവർക്ക് ഒരുപക്ഷെ കെട്ടിയവർക്ക് ഒരുപക്ഷെ അറിവില്ലായിരിക്കും അങ്ങനെ സംഭവിച്ച കാര്യം. ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയുന്ന കാര്യമാണ്.
ശരി 2018 DGP ഇറക്കിയ സർക്കുലറെ കുറിച്ച് ഈ ഓഫീസർക്ക് അറിവില്ലായിരിക്കാം. ശരി, 2018 ഇറക്കിയ സർക്കുലറിനെ കുറിച്ച് അപ്പോൾ ഞാൻ അറിയാത്ത പറയുന്നത് ഉദ്യോഗസ്ഥർ, വടക്കെട്ടി അതെ, ഓരോ വർഷവും വരുന്നവർക്ക് എന്താണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നതിനെ കുറിച്ച് വ്യക്തതയില്ല എന്ന് പറയുന്നത് എന്ത് തരം വിസ്തീർണമാണെന്ന് അറിയാനാകുന്നില്ല. എന്തായാലും ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.